തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി സ്ഥാനാർത്ഥി നിർണയത്തിൽ കേരള കോൺഗ്രസ് എമ്മിൽ കടുത്ത ഭിന്നത രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ ചർച്ച മാണിക്കാണോ ജോസഫിനാണോ സ്ഥാനാർത്ഥിത്വം നൽകുക എന്നുള്ള മാണി വിഭാഗത്തിനാണോ സ്ഥാനാർത്ഥിത്വം നൽകുക എന്നുള്ള കാര്യത്തിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇന്നലെ പാർലമെന്ററി യോഗം രാവിലെ നടന്നു. അതിൽ തന്റെ ശുഭാപ്തി വിശ്വാസമാണ് പി ജെ ജോസഫ് അറിയിച്ചത്. ഉച്ചയ്ക്ക് ശേഷമുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തീരുമാനമാകുമെന്ന് കരുതിയെങ്കിലും അതിലും ഒരു തീരുമാനമായിട്ടില്ല. ഇപ്പോഴും ജോസഫിനാണോ മാണി വിഭാഗത്തിനാണോ സീറ്റ് കിട്ടുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും രണ്ടില പിളർക്കണ്ട എന്നോർത്തിട്ടാണ് മാണി അതിനൊരു സമ്മതം മൂളിയിരിക്കുന്നത്. കെ മാണി സമ്മതം മൂളിയെങ്കിലും മാണി വിഭാഗത്തിന് അതൃപ്തി ഇപ്പോഴുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയായി നിന്നാലും മണ്ഡലത്തിൽ എത്രത്തോളം പിന്തുണ മാണി വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും കിട്ടുമെന്നുള്ളൊരു ആശങ്ക പി ജോസഫിന് ഇപ്പോഴുമുണ്ട്. സീറ്റ് ആവശ്യത്തിൽ പി ജെ ജോസഫ് ഉറച്ചുനിന്നതോടെ വലിയ വിമർശനമാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉയർന്നു വന്നത്. എന്നാൽ UDF നേതൃത്വത്തിന്റെ ഇടപെടലാണ് പി ജെക്ക് അനുകൂലമായി നിൽക്കുന്നത്. വിജയസാധ്യത കണക്കിലെടുത്ത് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണമെന്നാണ് UDF നേതാക്കൾ കേരള കോൺഗ്രസ് എമ്മിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ കോട്ടയത്തെ UDF സ്ഥാനാർത്ഥിയായി പി ജെ ജോസഫ് എത്തിയാലും തിരഞ്ഞെടുപ്പിൽ മാണി വിഭാഗത്തിന്റെ പിന്തുണ ഉണ്ടായേക്കില്ലെന്നാണ് സൂചന. ജോസഫിനെ പരാജയപ്പെടുത്താനുള്ള നീക്കങ്ങൾ വരെ ഉണ്ടായേക്കാം. സീറ്റ് വെച്ചുമാറില്ലെന്ന് മാണി വിഭാഗം ശക്തമായി പറയുന്നതും ഇതിന്റെ ഭാഗമായിട്ടാണെന്നാണ് സൂചന. ആയതിനാൽ കോട്ടയത്ത് സ്ഥാനാർത്ഥിയായാൽ കോൺഗ്രസിന്റെ പിന്തുണയിലാണ് ജോസഫിന്റെ പ്രതീക്ഷ. എന്നാൽ മാണി വിഭാഗം തന്നെ മത്സരിച്ചാൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ചില അട്ടിമറികൾ ഉണ്ടായേക്കുമെന്നും സൂചനയുണ്ട്. ടോബി ജോൺസൺ, മീഡിയ 1, കോട്ടയം.